ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നേര് എന്ന സിനിമയുടെ തരംഗം തീരുമ്പോൾ തന്നെ അടുത്ത ലാലേട്ടൻ്റെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുകയാണല്ലോ. മലൈക്കോട്ടി വാലിബൻ 2024 ജനുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി 32 പരം ദിവസങ്ങൾ മാത്രം ബാക്കി സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട്. ലിജോ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയുടെ അടുത്ത പ്രൊമോഷൻ ഘട്ട അപ്ഡേറ്റുകളെല്ലാം തന്നെ അണിയറ പ്രവർത്തകർ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അവസാനമായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലൈക്കോട്ടെ വാലിബൻ്റെ ഏറ്റവും പുതിയ സ്റ്റില്ലുകൾ, ഒപ്പം തന്നെ പോസ്റ്ററുകൾ, കിടിലൻ ക്വാളിറ്റി പോസ്റ്ററുകളെല്ലാം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനുശേഷം ഈ മാസം അവസാനം തന്നെ സിനിമയുടെ അടുത്തൊരു വീഡിയോ കണ്ടന്റ് കൂടി പുറത്തുവിടാനായിട്ട് ഒരുങ്ങുന്നുണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ. എന്തായാലും അവയെല്ലാം തന്നെ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കും മലൈക്കോട്ടെ വാലിബൻ്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇപ്പോൾ തിയേറ്ററുകളിലെ വലിയ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ സിനിമയാണല്ലോ നേര്. ചിത്രത്തിന്റെ തിയേറ്റർ തരംഗത്തിൽ നമ്മുടെ ബോക്സ് ഓഫീസിലെ പ്രമുഖ ട്രാക്കേഴ്സ് പോലും അസ്വസ്ഥരാണ് എന്നാണ് നിലവിൽ സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിൽ ഇന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായതോടെ നാം മനസ്സിലാക്കുന്നത്. മമ്മൂക്ക ആരാധകരുടെ പേജ് കൂടിയ ഫ്രൈഡേ മാറ്റിനി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2,75,00,000 സിനിമ കളക്ഷൻ നേടിയെടുത്തത്. മറ്റു പല സിനിമകളുടെ ഇതുപോലെ നമ്മുടെ ചാനലും നേരിന്റെ ആ ഒരു കളക്ഷൻ ഫിഗർ ആണ് ഫോളോ ചെയ്തതെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. മാത്രവുമല്ല നേരിന്റെ യഥാർത്ഥ കളക്ഷനുമായി നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ലാലേട്ടൻ സിനിമകളുടെ കളക്ഷൻ എടുക്കാനായിട്ട് ഈ പറഞ്ഞ പ്രമുഖ ആരാധകന്റെ പേജിലേക്ക് പോകാൻ പാടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സിനിമയുടെ നേരിന്റെ യഥാർത്ഥ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ യഥാർത്ഥ കേരള കളക്ഷൻ ഇന്നലെ നമ്മുടെ എസ്റ്റിമേറ്റ് കണക്കുകളിൽ ഉണ്ടായിരുന്നത് പോലെ 3 കോടി കടന്നിരിക്കുകയാണ്. 3,04,00,000 സിനിമയുടെ യഥാർത്ഥ കേരള ഗ്രോസ് കളക്ഷൻ. അതേസമയം UAE GCC കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 24,000-ലധികം പേർ ഗൾഫ് രാജ്യങ്ങളിലെ സിനിമ കണ്ടപ്പോൾ 2 കോടി സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നാം ഓവർസീസ് കളക്ഷൻ മാത്രമായിട്ട് 2 കോടി പ്രതീക്ഷ സ്ഥാനത്ത് ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം സിനിമ 2 കോടി നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ സിനിമ തരംഗമായി മാറുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ഓവർസീസ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഓസ്ട്രേലിയ, UK ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള കൃത്യമായ ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല. പക്ഷെ അവിടെയും മികച്ച ബുക്കിംഗ് നടക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5,50,00,000 മുകളിൽ എങ്ങനെ പോയാലും നേരിന്റെ FT വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് ആദ്യമായിട്ട് എത്തിച്ച കേരള എസ്റ്റിമേറ്റ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും ശരിവയ്ക്കുന്ന യഥാർത്ഥ കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.